ഹായ്, ഒരു കമൻറ്റ് കാണാനിടയിൽ നമുക്കതിനെപ്പറ്റി ചെറിയ ഒരു വിശദീകരണം തരാം. ഒരാളുടെ പേഴ്സണൽ മെസ്സേജ്, പേഴ്സണൽ വീഡിയോ ചാറ്റ് ഇത് ഏതെങ്കിലും ഡിവോഴ്സ് ചെയ്യുന്ന വ്യക്തി പുറത്തുവിടാൻ അനുവാദമുണ്ടോ? അപ്പോൾ ആ വ്യക്തിക്ക് സൈബർ അറ്റാക്ക് ഇല്ലേ? വിവാഹ തട്ടിപ്പ് എന്നൊക്കെ പറയാൻ പറ്റുമോ? കാരണം മുന്നേയുമായി റിലേഷൻ ഉണ്ടായിരുന്നപ്പോൾ അല്ലേ അഫ്സൽ അവിടെ എത്തിയത്. മുന്നേയുമായി റിലേഷൻ വേണ്ട എന്ന് വെക്കുമ്പോൾ അഫ്സലുമായി അടുക്കാൻ പോയതാണെങ്കിൽ അഫ്സലിന് ബോധമില്ലേ? ആ പെണ്ണിനെ വേണമോ എന്ന് ചിന്തിക്കാതെ അതെ, അവിടെ പോയി എന്തിൻ്റെ പേരിൽ വീണത്? അസ്ലയുടെയും അഫ്സലിൻ്റെയും മാതാവിൻ്റെയും വോയിസ് പുറത്ത് വന്നിട്ട് ഉണ്ടല്ലോ. പിന്നെ വിവാഹ തട്ടിപ്പ് എന്ന് പറഞ്ഞ് വരാൻ പറ്റുമോ? അങ്ങനെ വരുമ്പോൾ ജാസ്മിൻ അഫ്സൽ മനഃപൂർവ്വം അഫ്സലിനെ ജാസ്മിന് ഇഷ്ടം എന്ന ഒരു ന്യൂസ് മുന്നയുടെ അടുത്ത് എത്തിച്ചു എന്ന് പറയണ്ടേ? രാജ് ടോക്സ് ഒരു വീഡിയോയിൽ ഷെഫീന ബീവിക്കെതിരെ കേസ് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ചേച്ചി ഒരു വീഡിയോ വഴി പറഞ്ഞ ഒരു കാര്യം ചേച്ചി പലതും തിരിച്ചറിയുന്നുള്ളത് ജാസ്മിൻ്റെ ഫാദർ മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നാണ് എനിക്ക് തോന്നിയത്. കാര്യം ചേച്ചി പറഞ്ഞതുപോലെ ബിബിയിൽ പോയ അൻസിബ വരെ പറഞ്ഞു മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നത്, പിൻ നമ്പർ എല്ലാം മറന്നുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ജാസ്മിനും പറ്റിയത് എന്ന്. ഇപ്പോൾ അഫ്സലിൻ്റെ ഭാഗം ചേർന്ന് സുപ്രീം കോർട്ട് വരെ പോയാലും കുറ്റം പറയുമെന്ന് പറയുമ്പോൾ ഒറ്റ കാര്യം ചോദിക്കാനുള്ളൂ. ഡിവോഴ്സ് ചെയ്യുന്ന ഒരാൾ അവരുടെ പാർട്ട്ണറുടെ പേഴ്സണൽ സ്പേസിൽ ഉണ്ടാകുമ്പോൾ എടുക്കുന്ന വീഡിയോ, വോയിസ്, മെസ്സേജ്, ചാറ്റ് സോഷ്യൽ മീഡിയ വഴി എല്ലാവർക്കും ഷെയർ ചെയ്യുന്നു. ഇതിൽ എവിടെ അഫ്സലിൻ്റെ അവകാശം എന്ന് പറയാൻ പറ്റുന്നത്? ചീറ്റിംഗ് കേസ് കൊടുക്കുന്നതിനേക്കാൾ നല്ലതല്ലേ മനഃപൂർവ്വം ഒരു പെണ്ണിൻ്റെ പേഴ്സണൽ വീഡിയോ ഷെയർ ചെയ്ത് മാനനഷ്ടം ഉണ്ടാക്കുന്നത്? വ്യക്തിവിരോധം എന്ന ഒരു വകുപ്പ് കൂടി വരില്ലേ? വ്യക്തിവിരോധം എന്നൊരു വകുപ്പ് അഫ്സലിനും കൊടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ഈ പറഞ്ഞത് ഞാൻ വലിയൊരു ഇതായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം എടുത്തത്. ആക്ച്വലി ഇതിൻ്റെ മറുപടി ഞാൻ ഓൾറെഡി ഒരുപാട് പ്രാവശ്യം പറഞ്ഞു തന്നെയാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, അവൾ മറ്റൊരാളെ പ്രേമിക്കുന്ന സമയത്ത്, അതായത് സുഹൃത്തുക്കൾ എല്ലാവരും, അസ്ലയായിരുന്നാലും ഒരുപാട് സുഹൃത്തുക്കൾ അഫ്സലിനെ ബ്രെയിൻ വാഷ് ചെയ്തിരുന്നു. അഫ്സലിൻ്റെ ഉമ്മ ഒരുപാട് കാര്യം എടുത്ത് മകനോട്, ഒരു ഉമ്മയ്ക്ക് മകനെ മനസ്സിലാക്കി കൊടുക്കാൻ പറ്റാത്ത വണ്ണം അവൻ്റെ ഉള്ളിലേക്ക് അവളോടുള്ള ഇഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് വസ്തുത. പാടില്ലെന്ന് ചോദിച്ചാൽ ഇപ്പം 2 കല്യാണം കഴിച്ചിട്ട് ഫ്ലോപ്പായ പെണ്ണിനെ പോയി ആളുകൾ വിവാഹം കഴിക്കുന്നില്ല. അവർക്ക് ഇഷ്ടം തോന്നി അവർ വിവാഹം കഴിക്കണം, അത്രയേ ഉള്ളൂ. ഒരു ബ്രേക്കപ്പ് ആയി എന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ നിഷേധിക്കേണ്ട കാര്യമൊന്നുമില്ല. അഫ്സലിന് ഇഷ്ടമായിരുന്നു, അഫ്സൽ വിവാഹം കഴിക്കാൻ താല്പര്യപ്പെട്ടു, എൻഗേജ്മെൻറ്റ് നടത്തുകയും ചെയ്തു. പ്രശ്നം എവിടെയാണെന്നറിയാമോ? അതിനകത്ത് പോയിട്ട് ഞാൻ കമ്മിറ്റഡ് ആണ് ഗെയ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അലറി കരയുന്ന ജാസ്മിനും പിന്നീട് അത് വെറുമൊരു ചടങ്ങ് മാത്രമാണെന്ന് ജിൻഡോയോട് ഉൾപ്പെടെ പറയുന്നതും ഒക്കെ പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പുറത്ത് നിൽക്കുന്ന ആൾക്ക് സൈബർ ബുള്ളിങ് ഉണ്ട്. പുള്ളിക്ക് അതിൻ്റെ വിശദീകരണം കൊടുത്തേ മതിയാവുള്ളൂ. അയാളുടെ പേഴ്സണൽ ലൈഫാണ് എടുത്ത് വലിച്ചു കയറുന്നത്. നീ ആ പണത്തിന് വേണ്ടിയിട്ട് അവളെ കൂട്ടിക്കൊടുത്തതല്ലേ എന്നാണ് അയാളോട് ചോദിച്ച ചോദ്യം. എനിക്ക് ആ പണത്തിൽ താല്പര്യമില്ല, എനിക്ക് ആ പണം വേണ്ട, അവൾ ആഗ്രഹിച്ചു, ഞാൻ വിട്ടു. ഞാനൊരു പുരോഗമനവാദിയായ മനുഷ്യനാണ്. എനിക്ക് ആളുകൾ തമ്മിൽ കെട്ടിപ്പിടിക്കുന്നതുമായി യാതൊന്നുമില്ല, താല്പര്യമില്ല. ഞാനും അവളും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുക മാത്രമല്ല എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു എന്നുള്ള കാര്യം പുറത്തേക്ക് വിടേണ്ട ഒരു നിർബന്ധ ഘട്ടത്തിൽ ആ ചെറുക്കനെ കൊണ്ടെത്തിച്ചത് വേറെ ആരുമല്ല, ജാസ്മിനാണ്. അപ്പം മറുപടി ഉണ്ടാവില്ലേ? ആ കുട്ടി അതിൻ്റെ മറുപടിയാണ് കൊടുത്തത്. സോ ഇറ്റ്സ് വെരി ക്വയറ്റ് നാച്ചുറലായ ഒരു കാര്യത്തിനെ നിങ്ങളായിട്ടിത് വൾഗറാക്കാൻ നിൽക്കരുത്. പിന്നെ സുപ്രീം കോടതി വരെ പോയാലും വിമർശിക്കുന്നുണ്ട്. ഞങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഇതൊക്കെ കണ്ടാൽ പറയുക എന്നുള്ളത്. ഞാൻ വളരെ കാര്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അതിനകത്ത് എന്ത് കണ്ടോ അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ആ സാധനം കാണാതിരുന്ന് നമ്മളിത് പറയാൻ പോകുന്നില്ല. അവിടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മളെന്തിനു പറയണം? അതിൻ്റെ ആവശ്യമില്ല. കണ്ട കാര്യങ്ങളാണ് പറഞ്ഞത്. അതിനോടനുബന്ധിച്ച് നടന്ന സംസാര വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അത് അവളെ മാത്രമല്ല എല്ലാവരെയും പറഞ്ഞിട്ടുണ്ട്. നോറയെ പറഞ്ഞു, അൻസിബയെ പറഞ്ഞു, ശരണ്യയെ പറഞ്ഞു, അപ്സരയുടെ എക്സ് ഹസ്ബൻഡ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പറയും. അവരെ ബാധിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ അവർ മൈക്കെടുക്കും. അപ്സര പുറത്തിറങ്ങിയിട്ട് പിന്നെ കണ്ണനെതിരെ എന്തെങ്കിലും വീഡിയോ ഇട്ടാൽ കണ്ണനും അവനും തമ്മിലുള്ള വഴക്കാണത്. അതിനകത്ത് പോയപ്പോൾ അവനെപ്പറ്റി മോശം പറഞ്ഞു, പുറത്തു വന്നപ്പോൾ അവൾ തിരിച്ചു പറഞ്ഞു. അത്രയേ ഉള്ളൂ. എനിക്ക് മുൻപൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഞാൻ ആദ്യമായിട്ട് ഡ്രസ്സ് ഇട്ടത് അവൻ വാങ്ങി തന്നിട്ടാണെന്ന് നമ്മളാണോ പറഞ്ഞത്? അതൊക്കെ അവളവിടെ പറഞ്ഞ കാര്യങ്ങളല്ലേ. എനിക്ക് മുൻപൊരു പ്രണയമുണ്ടായിരുന്നു, അവനാണ് എനിക്ക് ആദ്യമായി ഡ്രസ്സ് വാങ്ങിത്തന്ന, ഒരു കലിപ്പനായിരുന്നു, അവനൊരു ടോക്സിക് റിലേഷൻഷിപ്പായിരുന്നു. ഇതൊക്കെ നമ്മളാണോ പറഞ്ഞത്? നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വ്യക്തികൾ തമ്മിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ജാസ്മിൻ്റെ വിഷയത്തിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്നെയാണോ പറഞ്ഞതെന്ന് സിയാദും, എന്നെയാണോ പറഞ്ഞതെന്ന് മുന്നാക്കയും, എന്നെയാണോ പറഞ്ഞതെന്ന് അഫ്സലും ഒക്കെ പുറത്തേക്ക് വന്ന് സംസാരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് ആളുകളിലേക്ക് വിഷയം ഇട്ടുകൊടുത്തത് ആരാണ്? ജാസ്മിനാണ്. തെറ്റുകാരി ആരാണ്? ജാസ്മിനാണ്. അത് നിങ്ങൾ അവിടെ പറയും.
എൻ്റെ കമൻറ്റ് ബോക്സിലൊന്നും മെഴുകി വെക്കരുത്. റിപ്പീറ്റ് ചെയ്ത് ഈ സ്റ്റോറി പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പറയുകയാണ്. ശല്യം ചെയ്യരുത്. മനസ്സിലായോ? ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു. കേസെന്നല്ല, ഇനി എന്ത് കുന്തം വന്നാലും ഈ വിഷയം പബ്ലിക്കിൽ വരികയാണെങ്കിൽ ഞങ്ങളെടുത്ത് ചർച്ച ചെയ്യും. അവർ പേഴ്സണൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന വിഷയം നമുക്ക് വിഷയമല്ല. പക്ഷേ ഇത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നാൽ അതെടുത്ത് വെച്ച് ഞങ്ങൾ സംസാരിച്ചിരിക്കും. അതിൽ തർക്കമേ ഇല്ല. ഇല്ലാത്ത കഥയോ വേണ്ടാധീനമോ പറയില്ല, അത് ഗ്യാരണ്ടി. അതിനപ്പുറം അവർ ഇങ്ങനെ ഒരു വിഷയത്തിനെ പബ്ലിക്കിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ അത് റിപ്പീറ്റഡ്ലി മറ്റുള്ളവരെടുക്കുകയാണ്, ചർച്ചയാവുകയാണെങ്കിൽ നമ്മളത് പറയും. ഇത് രാജ്യം വേറെയാണ്, ഇന്ത്യയാണ്. ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും ഉണ്ട്. ഒരാളുടെ വ്യക്തി ജീവിതത്തിനകത്തേക്ക് ക്യാമറ കൊണ്ട് കുത്തിക്കയറിയാലേ പ്രശ്നമുള്ളൂ. അവരുടെ വീട്ടിനകത്തേക്ക് ക്യാമറയും കൊണ്ട് ഞങ്ങൾ പോയാലേ പ്രശ്നമുള്ളൂ. അവർ തന്നെ പുറത്തേക്ക് വന്ന് പറയുന്ന കാര്യങ്ങൾക്ക് വിശദീകരണം നമുക്ക് തരാനും നമ്മളത് ചോദിക്കാനും നമ്മളെ കൊണ്ട് പറ്റും. റിയാക്ഷൻ വീഡിയോസാണ് ചെയ്യുന്നത്, ഫാമിലി വ്ലോഗല്ല. അതാണ് അവിടെ പറഞ്ഞത്. വെല്ലുവിളികൾ അവളുടെ PR നടത്തുമ്പോൾ തിരിച്ചതേ വെല്ലുവിളികൾ നമ്മളും ചെയ്യും. അത് സ്വാഭാവികമാണ്. പ്രൊവോക്ക് ചെയ്യാതിരിക്കുക. മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്.